ഹലോ, എല്ലാവർക്കും കുക്കുത്തുറിനിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ലെയർഡ് പുഡിംഗ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ ചെറിയ പാർട്ടികളൊക്കെ വെക്കുമ്പോൾ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. 4 ലെയറിലാണ് ഈ പുഡിങ് സെറ്റ് ചെയ്തെടുക്കുന്നത്. ബിസ്ക്കറ്റിൻ്റെ ഒരു ലെയർ, മിൽക്ക് പുഡിങ്ങിൻ്റെ ഒരു ലെയർ, ഒരു ജെല്ലി ലെയർ, ഏറ്റവും മുകളിലായിട്ട് വിപ്പ് ക്രീം ലെയർ. അപ്പോൾ നല്ല അടിപൊളി ഒരു പുഡിങ്ങാണ്. നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ഞാനിവിടെ സെക്കൻഡ് ലെയർ ആണ് ആദ്യം തയ്യാറാക്കുന്നത്, അതായത് മിൽക്ക് പുഡിങ്ങിൻ്റെ ലെയർ. അങ്ങനെ തന്നെ വേണമെന്നൊന്നുമില്ല, ഫസ്റ്റ് ലെയർ സെക്കൻഡ് ലെയർ എന്നുള്ള ഓർഡറിൽ തന്നെ നമുക്ക് തയ്യാറാക്കി പോകാം. പക്ഷേ ഞാനിവിടെ കുറച്ച് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് സെക്കൻഡ് ലെയർ ആദ്യം തയ്യാറാക്കി വെക്കുകയാണ്. കാരണം ഈ മിൽക്ക് പുഡിങ്ങിൻ്റെ മിക്സ് കുറച്ചൊന്ന് തണുത്തിട്ടാണ് നമ്മൾ ഫസ്റ്റ് ലെയറിൻ്റെ മേലെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് റെഡിയാക്കി വെച്ചിട്ട് തണുക്കാൻ വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് ലെയർ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ മിൽക്ക് പുഡിംഗ് ലെയറിന് വേണ്ടിയിട്ട് ഞാനൊരു സോസ് പാനിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കൊഴുപ്പുള്ള പാൽ തന്നെ എടുക്കുക, അതാണ് പുഡിങ്ങിനൊക്കെ എപ്പോഴും നല്ലത്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. അതിനൊപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചേർക്കേണ്ടത് ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ്. അപ്പോൾ ഞാനിവിടെ 3/4 കപ്പ് പഞ്ചസാരയാണ് ഈ മിൽക്ക് പുഡിങ്ങിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നത്. 3/4 കപ്പ് പഞ്ചസാര എന്ന് പറഞ്ഞാൽ മിൽക്ക് പുഡിങ്ങിന് ലൈറ്റ് ആയിട്ടുള്ളൊരു മധുരമേ കൊടുക്കുകയുള്ളൂ. പക്ഷേ നമ്മൾ 4 ലെയറിലാണല്ലോ പുഡിങ് ചെയ്യുന്നത്. ആ 4 ലെയറും കൂടെ ആകുമ്പോൾ ഇത് നല്ല കറക്റ്റായിട്ടുള്ള അളവായിരിക്കും. ഇനി ചേർക്കേണ്ടത് ഒരു മുട്ടയാണ്. അതിനൊപ്പം തന്നെ 1 ടീസ്പൂണോളം വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് ഒട്ടും തന്നെ കട്ടയില്ലാതെ എല്ലാം കൂടെ ഈ പാലിലേക്ക് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതുവരെ തീ ഒന്നും ഓൺ ആക്കിയിട്ടില്ല. തീ ഓൺ ആക്കുന്നതിന് മുമ്പെയാണ് നമ്മൾ ഇത്രയും ചേരുവകൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് യോജിപ്പിച്ചെടുക്കേണ്ടത്. ഇപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടാവും, അത് സാരമില്ല. വലിയ കട്ടകൾ ഉണ്ടാവാതിരുന്നാൽ മതി. ഇനി നമുക്ക് തീ ഓൺ ആക്കാം. അപ്പം ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ഇതിലേക്ക് മൈദയും കോൺഫ്ലവറും ഒക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് അടിയിൽ പിടിക്കും തീ കൂടിക്കിടന്നാൽ. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കൈ വിടാതെ ഇതുപോലെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. ഇപ്പോൾ പാല് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ആ സമയത്ത് ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അൺസോൾട്ടഡ് ബട്ടറാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പാലിൻ്റെ ചൂട് കൊണ്ട് ബട്ടർ അതിലേക്ക് അലിഞ്ഞ് ചേർന്നോളും. ഇനി ഇത് നമുക്ക് നന്നായിട്ട് കുറുക്കിയെടുക്കണം. അപ്പോൾ ഒരു 5-6 മിനിറ്റും കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് തിക്കായി വരും. ഇപ്പോൾ ചെറുതായിട്ട് തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെറു തീയിലിട്ടിട്ടേ ഇത് കുറുക്കിയെടുക്കാവുള്ളൂ. തീ കൂടി കിടന്നു കഴിഞ്ഞാൽ മൈദയൊന്നും നന്നായിട്ട് കുക്കായി കിട്ടത്തുമില്ല. അതുപോലെ തന്നെ പെട്ടെന്ന് ഇത് അടിയിൽ പിടിക്കുകയും ചെയ്യും. അപ്പം നമ്മുടെ മിക്സ് അത്യാവശ്യം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം ഇത് കുറച്ചൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വിടാം. ഇനി നമുക്ക് ഫസ്റ്റ് ലെയർ, അതായത് ബിസ്ക്കറ്റ് ലെയർ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 20 ആരോ റൂട്ട് ബിസ്ക്കറ്റ് എടുത്ത് മിക്സിയുടെ ജാറിലിട്ട് നല്ല ഫൈൻ പൗഡറാക്കി പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ബട്ടർ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ 2 ഇൻഗ്രീഡിയൻസേ ഉള്ളൂ ഈ ഫസ്റ്റ് ലെയറിന്. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം മെൽറ്റ് ചെയ്ത ബട്ടറാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, കൂടുതൽ ബട്ടർ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പുഡിങ്ങിൽ ബിസ്ക്കറ്റ് ലെയർ എന്ന് പറഞ്ഞാൽ വളരെ തിന്നാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടെ തിക്നെസ് കൂട്ടി ബിസ്ക്കറ്റ് ലെയർ ചെയ്യണമെങ്കിൽ കൂടുതൽ ബിസ്ക്കറ്റ് എടുക്കുക. അതുപോലെ തന്നെ കൂടുതൽ ബട്ടറും ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ബിസ്ക്കറ്റ് ലെയറിനുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്നെങ്കിൽ ഒറ്റ ബൗളിലായിട്ട് നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കപ്സിൽ വേണമെങ്കിലും ഇത്
സെറ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ഇതുപോലെ വലിയൊരു ബൗളിലേക്കാണ് ഈ പുഡിങ് സെറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. അതിലേക്ക് നമുക്ക് ഈ ബിസ്ക്കറ്റിൻ്റെ മിക്സ് ഇട്ട് കൊടുത്ത് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നന്നായിട്ടൊന്ന് നിരത്തിയിട്ട് കൊടുത്തിട്ട് നമ്മുടെ സാധാരണ ഗ്ലാസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ ആ ഗ്ലാസിൻ്റെ അടിവശം കൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അത് നല്ലപോലെ സെറ്റായിട്ട് അവിടെ ഇരുന്നോളും. ഇതുപോലെ ഇരിക്കണം ബിസ്ക്കറ്റിൻ്റെ ലെയർ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ. ഇനി നമുക്ക് ഇതൊരു 10 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലേക്കാണ് വെച്ച് കൊടുക്കുന്നത്. 10 മിനിറ്റിന് ശേഷം പുറത്തെടുത്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിൽക്ക് പുഡിങ്ങിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മേലയിലേക്ക് നിരത്തി നന്നായിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം ഈ ഒരു സമയം കൊണ്ട് മിൽക്ക് പുഡിങ്ങിൻ്റെ മിക്സ് കുറച്ചൊന്ന് തണുത്തിട്ടുണ്ടാവും. ഒരു സ്പാച്ചുലയോ സ്പൂണോ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഇതും നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാൻ പോവാണ്. അപ്പം മൂന്നാമത്തെ ലെയർ തയ്യാറാക്കിയെടുക്കുന്ന അത്രയും സമയം, ഏകദേശം ഒരു 15 മുതൽ 30 മിനിറ്റ് വരെ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി മൂന്നാമത്തെ ലെയർ ജെലി ലെയർ. അപ്പം ഞാനിവിടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ജെലി മിക്സ് വെച്ചിട്ടാണ് ഈ ജെലി ലെയർ തയ്യാറാക്കുന്നത്. അല്ലാതെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം, പക്ഷേ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ മിക്സ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ റെഡിയാക്കുന്നത്. അപ്പോൾ നമുക്ക് പല ഫ്ലേവറിൽ ഇത് വാങ്ങിക്കാൻ കിട്ടും, സ്ട്രോബെറി, ചെറി എന്നൊക്കെ പറഞ്ഞ്. അതിനകത്ത് ചെറി ഫ്ലേവറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എൻ്റെ ഫേവററ്റ് എപ്പോഴും സ്ട്രോബെറി തന്നെയാണ്, പക്ഷേ ഇന്നിപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയാണുള്ളത്, അതുകൊണ്ട് ഞാൻ ചെറി ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ പാക്കറ്റിൻ്റെ പുറകിലുണ്ടാവും ഇത് തയ്യാറാക്കിയെടുക്കുന്ന ഇൻസ്ട്രക്ഷന്. ഞാനിവിടെ എടുത്തിരിക്കുന്ന പാക്കറ്റിൻ്റെ പുറകിൽ പറഞ്ഞിരിക്കുന്നത് ഈ മിക്സ് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 230 ml നല്ല ചൂടുവെള്ളം, നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ മിക്സ് നന്നായിട്ട് ഈ വെള്ളത്തിൽ യോജിപ്പിച്ചെടുക്കണം. ഒട്ടും തന്നെ തരിയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ 230 ml തണുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ 230 ml നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ വീണ്ടും 230 ml തണുത്ത വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനീ പറയുന്നത് ഈ പർട്ടിക്കുലർ ബ്രാൻഡിൻ്റെ ജെല്ലി മിക്സിനുള്ള ഇൻസ്ട്രക്ഷനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്ന ബ്രാൻഡ് ഏതാണോ അതിൻ്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് ചെയ്യുക. അതും നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ട് നമുക്ക് സെക്കൻഡ് ലെയറിൻ്റെ മേലയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തണുത്ത വെള്ളം കൂടെ ഒഴിക്കുമ്പം അത്യാവശ്യം റൂം ടെമ്പറേച്ചറിലേക്ക് ആയിട്ടുണ്ടാവും ഈ ജെല്ലി മിക്സ്. ഇപ്പം സെക്കൻഡ് ലെയറും ഒരുവിധം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലയിലേക്ക് നമുക്ക് ഈ ജെല്ലി മിക്സ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ നേരെ ഇങ്ങനെ കുത്തി ഒഴിച്ചു കൊടുക്കാതെ ഇതുപോലൊരു സ്പൂണിൻ്റെ ബാക്ക് സൈഡ് പിടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മേലയിലേക്ക് പതിയെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ ലെയറും നമുക്ക് സെറ്റാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് വീണ്ടും നമ്മളിത് ഏകദേശം 1 മണിക്കൂറോളം ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോഴത്തേക്ക് അത് കറക്റ്റായിട്ട് സെറ്റായി വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് നാലാമത്തെ ലെയറിലേക്ക് കിടക്കാം, വിപ്പിംഗ് ക്രീം ഉപയോഗിച്ചിട്ടുള്ള ലെയർ. അപ്പോൾ ജെല്ലിയുടെ ലെയർ സെറ്റായി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ ഈ വിപ്പ് ക്രീം ലെയർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയാൽ മതി. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് വിപ്ഡ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/4 കപ്പ് ഐസിങ് ഷുഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഐസിങ് ഷുഗർ അല്ലെങ്കിൽ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഒത്തിരി അങ്ങ് സ്റ്റിഫ് പീക്സ് ആക്കി എടുക്കുകയൊന്നും വേണ്ട, സോഫ്റ്റ് ആയിട്ടുള്ള പീക്സ് ആവുന്നിടം വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പീക്സ് ആയാൽ മതി. നമ്മുടെ ജെല്ലി ലെയറൊക്കെ കണ്ടോ നല്ല കറക്റ്റായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലയിലേക്ക് നമുക്ക് വിപ്ഡ് ക്രീമിൻ്റെ മിക്സും കൂടെ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. സെറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കാണാനും ഒരു ഭംഗിയുണ്ടാവും. സ്പൂൺ വെച്ചിട്ട് ലെവൽ ചെയ്ത് കൊടുത്താലും മതി. ഇനി സൈഡിലൊക്കെ ഉള്ളതൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട്
നമ്മുടെ ഇഷ്ടം പോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ കുറച്ച് സ്ട്രോബെറി സോസ് ഉണ്ടായിരുന്നത് വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ എനിക്ക് വലിയ കാര്യമായിട്ട് ഡെക്കറേഷനൊന്നും അറിയില്ല. ഇതിനേക്കാളുമൊക്കെ നല്ല നല്ല ഐഡിയാസ് ഉള്ളവരുണ്ടാവും. അപ്പം നിങ്ങളുടെ ഐഡിയാസ് പോലെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്താൽ മതി, നല്ലപോലെ ഒന്ന് പ്രസൻറ്റ് ചെയ്യാവുന്ന രീതിയിൽ. ഇനി ഇത് വീണ്ടും ഞാൻ അരമണിക്കൂറും കൂടെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാൻ പോവാണ്, ഒന്ന് ആ ക്രീമിൻ്റെ ലെയറും ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇപ്പം ഞാൻ ചെറിയൊരു സ്ലൈസ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് ലെയറൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇൻഡിവിജ്വൽ കപ്സിൽ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. ടേസ്റ്റ് ഏതായാലും നല്ല അടിപൊളിയാണ്. ആ ചെറിയുടെ പുളിപ്പും മിൽക്ക് പുഡിങ്ങിൻ്റെ മധുരവും ക്രീമും ബിസ്ക്കറ്റും എല്ലാം കൂടെ വരുമ്പം നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം മറക്കാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പാർട്ടിയൊന്നും വേണമെന്നില്ല, അല്ലാതെ തന്നെ നമ്മുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്ന റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകണ്ട. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മറക്കാതെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യണം. എന്നാലേ ഉള്ളൂ ഞാൻ ഇനി ഇടാൻ പോകുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പം വീണ്ടും വേറൊരു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ. താങ്ക്